ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന 2023 മോഡൽ കാഡിലക് ആണ്. ഈ ഒരു വാഹനത്തിൽ സ്റ്റാർട്ടിങ് ഇഷ്യൂ ആയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കീ ആണിത്. റിമോട്ടിൻ്റെ അകത്ത് തന്നെ ഒരു മാനുവൽ കീ അതിൻ്റെ അകത്തുമുണ്ട്. അപ്പോൾ വാഹനം തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്കൊരു മാനുവൽ കീ ഉപയോഗിച്ചിട്ട് ആ കവർ തുറക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ കവർ തുറന്നു കഴിഞ്ഞാൽ മാനുവലായിട്ട് ക്യൂ ഉപയോഗിച്ച് നിങ്ങൾക്ക് അകത്ത് കയറാൻ സാധിക്കും. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. അത്യാവശ്യം ഇൻറ്റീരിയലൊക്കെ നല്ലൊരു വെൽ ലുക്ക്ഡ് വണ്ടി തന്നെയാണ് ഈ കാണുന്നത്. ഈ വാഹനം ഞാൻ പറഞ്ഞു സ്റ്റാർട്ടാവാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ജമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതേമാതിരി തന്നെ ഇവിടെ എഞ്ചിൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് മെയിൻ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്റ്റാർട്ടാവാത്ത കണ്ടീഷനിലാണെങ്കിൽ ന്യൂട്രലാക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇനി വാഹനം സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ ഇവിടെ മാനുവൽ ഗിയർ ലിവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ന്യൂട്രലാക്കാൻ സാധിക്കും. ഇതിപ്പോൾ കണ്ടല്ലോ, വാഹനം സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. അതേമാതിരി എഞ്ചിൻ ലൈറ്റും ഉണ്ട്. ഈ വാഹനം സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം വണ്ടി ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഇപ്പം ജമ്പർ അടിച്ച ഉടനെയാണ് ഞാൻ പറഞ്ഞു ഇതിപ്പം ജമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു വണ്ടിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, കംപ്ലീറ്റ്ലി ബാറ്ററി ഡെഡ് ആണ്. ഇതിപ്പോൾ കണ്ടല്ലോ, ഇഗ്നിഷൻ ഓൺ പോലും ആവുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ബാറ്ററി കംപ്ലീറ്റ് ഡെഡ് ആണ്. ഇനി ഈ വാഹനം വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ഓൺ ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഈ ഗിയർ ലിവർ ഇതേമാതിരി തന്നെ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ന്യൂട്രലോട്ടാവും. എന്നാൽ ഇത് കംപ്ലീറ്റ് ഡെഡ് ആണ്. ഇത് കണ്ടല്ലോ, ഒന്ന് ഞാൻ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ന്യൂട്രലാക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു മോഡലിൽ എല്ലാ മോഡലിലും കൊടുത്തിട്ടില്ല. ഈ ഒരു മോഡലിൽ ചില ഒരു മോഡലിൽ ഇതിൻ്റെ അകത്ത് മാനുവലായിട്ട് ന്യൂട്രലാക്കേണ്ട ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ മെയിനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് ഈ വാഹനത്തിൻ്റെ ബാറ്ററി തന്നെയാണ്. ഒരു 95 AH ബാറ്ററിയാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീപ്ലേസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിനോ കാര്യങ്ങൾക്കോ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമ്മളതിൻ്റെ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നോർമലായിട്ട് ഇതിന് ആക്കേണ്ട ഒരു കേബിൾ ഈ അടിയിൽ വരുന്ന ഈ കവറിൻ്റെ അകത്ത് കൊടുക്കാറുണ്ട് കാഡിലക് വാഹനങ്ങളിൽ. പുതിയ മോഡൽ വാഹനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കവർ കാണാം. ആ കവറിൻ്റെ അകത്ത് മാനുവലായിട്ട് ന്യൂട്രലാക്കേണ്ട ഒരു കേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില മോഡൽ വാഹനങ്ങളിൽ ആ കേബിൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ നമുക്ക് ഈ ഗിയർ ലിവർ ഉപയോഗിച്ച് തന്നെ ന്യൂട്രലാക്കാൻ സാധിക്കും മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബാറ്ററി ഡെഡായ അവസ്ഥയിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അന്യായം വലിപ്പവും അതേമാതിരി തന്നെ വാഹനത്തിൻ്റെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരു അന്യായ സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാഹനത്തിലുള്ളത് തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരമായി ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ഈ ചാനലിലൂടെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.